ഹായ് പുണ്യാളം ഫാമിലിയുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തിന്റെ പോണെന്ന് വീട്ടിൽ പോണം. എന്താ പരിപാടി? പരിപാടിയൊന്നുമില്ല, അല്ല അമ്മാമ്മയുടെ സ്പെഷ്യല് മാങ്ങാക്കറിയും പിന്നെ ഉള്ളിക്കറി. അപ്പൊ അമ്മാമ്മയുടെ എല്ലാ വർഷവും സ്പെഷ്യലാണ്. ഇപ്പൊ പെസഹ വ്യാഴാഴ്ചയല്ല, അപ്പൊ ഇന്ന് എല്ലാ കറികളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതിന് ഇയാളെ വീട്ടിലായിട്ട് വിളിച്ചേക്കണം. അപ്പൊ വീട്ടിലായിട്ട് പോകാൻ വേണ്ടി രാവിലെ റെഡി ആയിക്കണം രണ്ടരും കൂടെ. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. അപ്പൊ ടിൻഡൂസിന്റെ വീടെത്തിയേട്ടാ നമ്മള്. ഇത് അളിയന്റെ മകനാണ് വന്നേക്കണ ആച്ചിക്കുട്ട. ആച്ചിക്കുട്ടാ ഹായ് കാണിച്ചേ. ആച്ചിക്കുട്ട ഹായ് കാണിച്ചടാ. ടിൻഡൂസിന്റെ വീട്ടിലായിട്ട് പോണ വഴിയാണ്. ആള് വന്നതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാരും. പിള്ളേരൊക്കെ ഓടി വന്നു. ഇത് അമ്മായിയപ്പന്റെ ചേട്ടന്റെ ഭാര്യ. അമ്മേ ടിൻഡൂസിന്റെ വീട്. ആള് വീട്ടിലെത്തി. മാമേ അതെ സ്തുതി കൊടുക്കാം. മാമ ഈശോ മാമ പണിയിലാണല്ല. ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? മാങ്ങാക്കറി വെക്കാനുള്ള മാങ്ങ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മാമേ ഇപ്പൊ എന്ത് കറി വെക്കണം? മാമ എന്ത് കറി വെക്കണം? ഉള്ളിയാണോ? അമ്മാമ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. മാമ ശ്രദ്ധിക്കണില്ല പറഞ്ഞിട്ട്. ഉള്ളിക്കറി വെച്ച് നമ്മളിവിടെ എത്തിയപ്പോ താമസിച്ചു പോയിട്ടോ. ഇവിടെ പകുതിയായി. അമ്മാമ്മയുടെ റെസിപ്പി അമ്മാമ്മ ഉണ്ടാക്കണ. അമ്മച്ചി അവിടെ വിൽക്കണമെന്നേ ഉള്ളേ അല്ലേ. പിന്നെ അമ്മാമ്മക്ക് കയ്യിലൊന്നും പിടിച്ച് അത്ര ഇളക്കാനുള്ള കൈക്കുള്ള ശേഷിയൊന്നും കുറഞ്ഞു നേരത്തേലും. അത് കാരണം പിന്നെ അമ്മച്ചിയാണ്. അമ്മ ചട്ടി ചെറുതാണ് അമ്മ. ഇനി വാടുവല്ലോ അല്ലേ? വാടുവല്ലോ. ചട്ടിയിൽ നിറച്ചെണ്ണ ഓർക്കണ്ട. വാടിയ പകുതി ഉണ്ടാവുള്ളൂ കറി. ജീസേട്ടക്ക് വിശക്കണെന്ന് ജീസേട്ട ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുന്നു. അത് കംപ്ലൈന്റ് ആയിപ്പോയി. ഹലോ ചായ കുടിക്കണല്ലേ ചേട്ടാ? താഴെ കാക്കിയൊക്കെ ഇട്ടുണ്ടോ? എന്നിട്ട് ഓട്ടം പോകുന്നില്ലേ? പിന്നെ അമ്മച്ചിക്കൊക്കെ ഇവിടെ കറി വെച്ച് കഴിഞ്ഞ് കാക്കിയൊക്കെ ഇട്ടുണ്ടാവുന്നിട്ട് ഓട്ടം പോകുന്നില്ലേ? ഓടിക്കാൻ പോയിക്കും, എളുപ്പം പോയിക്കും. ഇവിടെ ഹൈവേ പോലെ അല്ലേ ഏട്ടെ, തിരക്കോട്ട് നിൽക്കാൻ പറ്റാത്ത ഗതികടെ. ഇതാണ് എൻ്റെ ഒരേ ഒരു നാത്തൂൻ. കഴിക്കണ വിചാരമുള്ളല്ലോ. ജീസേട്ടത് ഇവിടെ നങ്ക് കറിയാണ് കേട്ടോ. നങ്ക് കറി നങ്കിനെ മുങ്ങിത്തപ്പണം. നങ്ക് ഇന്നലത്തെ കറിയാണ് കേട്ടോ. രാത്രിത്തെ കറിയാണ്. ടേസ്റ്റ് കറിയാണ് കേട്ടോ. സൂപ്പർ. നമ്മളെ അച്ചായന്റെ സ്വന്തം വെള്ളത്തിൽ പോയിട്ട് വെള്ളത്തിൽ കാശ് കൊടുത്തു. അമ്മാമ കറി വെച്ച് കുഴഞ്ഞ് അമ്മാമ ഇരിപ്പിലായി കേട്ടോ. ആങ്കുട്ടനോ മറ്റേ ആങ്ങളുടെ മകനാണ് കേട്ടോ ബാക്കില്. ആങ്ങളുടെ മകനോട്ട് ഭയങ്കര കളികളാണ്. അമ്മ ഇത് കഴിഞ്ഞിട്ട് എന്തിടും അമ്മ? ഇനി പുളി
വാളംപൊടി കറി വെക്കാനാണോ നിനക്ക്? അല്ല അമ്മാമ്മ അതിനകത്ത് തങ്കടി നിനക്ക് കറി വെക്കാനാണോ ഇതൊക്കെ ചോദിക്കണേന്ന്. ഞാൻ വെക്കത്തൊന്നുമില്ല, ഞാനിതങ്ങോട്ട് കടത്തിയത്. വറുത്തരപ്പെടും, തേങ്ങ വറുത്തരപ്പെടും, പുളിവെള്ളം ഒഴിക്കണം, വാളംപൊടി, പിന്നെ ശർക്കര, തേങ്ങ വറുത്ത. ഇപ്പൊ അടുത്ത എന്താ ഇനി ഇടണം? ഇത് വെന്ത് വെള്ളം ഒഴിച്ച് വെന്ത് വരുമ്പോഴത്തേനും പുളിവെള്ളം ഒഴിക്കും. പുളിവെള്ളം ഒഴിക്കാം. പുളി ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാൻ ആയിട്ടുണ്ടോ നോക്കട്ടെ. അരപ്പ് മൊഴിയാനാണ് ഉള്ളി വഴറ്റണത്. ഇവിടെ ജീസേട്ട ഏകദേശം അപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞ്. മീൻകറി മാത്രം കഴിക്കണം ഇത്. കൊറച്ച് കഴിച്ചാ മതി കേട്ടോ. അയ്യോ ഇനി വെള്ളം ഒഴിക്കണ്ട. നമ്മള് പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് പോയിട്ട് വേകണം. ഉള്ളി വെന്ത് വഴറ്റി ഉള്ളി വേകണം. അമ്മാമ്മയല്ലേ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ? അമ്മച്ചിക്ക് അമ്മാമ്മയല്ലേ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ? അമ്മാമ്മ കേട്ടോ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത അമ്മച്ചിക്ക്. 95 വയസ്സുള്ള കുഞ്ഞുവാവൻ ഞങ്ങളുടെ വീട്ടിലാ കേട്ടോ, അല്ലേ അമ്മ? ആണ്, 95 വയസ്സായി പാവം. അമ്മാമ്മ ഒരു പാട്ട് പാടണേ. പാട്ട് പാടാൻ ആ ഒരു ദുഃഖാഴ്ചയായിട്ടുള്ള ഒരു അമ്മാമ്മക്ക് പാടാം. ഒന്നുവിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു കൂടിച്ചുടയ്ക്കും. എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. സൂപ്പർ കേട്ടോ, പാട്ടടിപൊളി. അമ്മാമ്മയുടെ മക്കള് എല്ലാരും മക്കളുണ്ട് കേട്ടോ, 5 മക്കളുണ്ട് മൊത്തം. 5 മക്കളും ഇതൊക്കെ കാണും, ഇതൊക്കെ സന്തോഷമായിരിക്കും ഭയങ്കര. ആന്റിമാരും ആ എല്ലാരും കാണും ഇപ്പൊ. അടുത്ത് നമ്മള് മാങ്ങാക്കറി. ഇവിടേക്ക് വിളിക്കും, പക്ഷെ ചേട്ടാ അവിടെ ഞങ്ങൾക്ക് ഈസ്റ്ററൊക്കെ വിശേഷ ദിവസം എല്ലാം ഞങ്ങള് വീട്ടിൽ തന്നെ ആയിരിക്കും. അത് കാരണം ഇവിടെ അങ്ങനെ വരികയല്ലെന്നല്ല, വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പോവും. കാരണം അവിടെ ആകാറായല്ലേ അമ്മ. അപ്പൊ ഈ മാങ്ങാക്കറി കൂടെ ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ഓക്കെയായി. പോവുകയാണ്. എൻജോയ് ചെയ്യട്ടോ. ഞങ്ങൾ ചിലപ്പോ വൈകുന്നേരം മലയാറ്റൂര് പോകും. ഒരു വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ്. അപ്പൊ അത് വേറെ വീഡിയോയിൽ കാണാം. ഓവറാക്കി ചെലവാക്കരുത്. അപ്പൊ എടാ ചേട്ടാ അച്ഛനോട് പറഞ്ഞിട്ട് തോന്നില്ലേ? അപ്പൊ അതെ ജീസേട്ടാ പോവുകയാണ്. ജീസേട്ടാ അപ്പൊ ഞങ്ങളെ വീട്ടിലാക്കിയിട്ട് ജീസേട്ടാ ഞങ്ങളെ തനിച്ചാക്കി പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും മതി. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും വന്നാ മതി കേട്ടാ. ടാറ്റാ. നാത്തൂനപ്പൊ പ്രഗ്നന്റ്, അതേ പച്ചമാങ്ങ കഴിക്കണേ മുളകിട്ടിട്ട്. അല്ലേ നാത്തൂനെ? വേണ്ട, ഞാൻ എടുക്കാം. അപ്പൊ അതേ പുളിവെള്ളം അല്ലേ അമ്മ? പുളിവെള്ളം അല്ലേ അമ്മ? അതെവിടെ മാങ്ങക്കറി ആയി കേട്ടോ. ഞാൻ അപ്പുറത്തേക്കൊന്ന് ജീസറിനെ ആക്കാൻ പോയിട്ട് വന്ന സമയം മാങ്ങക്കറി ആയി. മാങ്ങക്കറിയില് ഉലുവ, കടുക്, മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ പൊടിയിച്ച് മാങ്ങ വറയിട്ട് കഴിഞ്ഞപ്പോ ഇത് കഴിയുമ്പോ ശർക്കരയും തേങ്ങ വറുത്തരച്ചതും ചേർക്കും.
അപ്പൊ പരിപാടി കഴിയും അല്ലേ? മാങ്ങാക്കറിക്ക് ഇടിക്കും. ഉപ്പ് ഇതിനൊക്കെ ഇത്ര സാരം വേണം ഞാനിപ്പോ അറിയാം. ശർക്കര ഇടിയല്ലേ മാങ്ങാക്കറിക്ക്? മാങ്ങാക്കറിക്ക് ശർക്കര ഞാനിടും. അമ്മച്ചി ഇട്ടിട്ടുണ്ട് മറന്നുപോയ. എന്നാലും അത് ഇടാ. പഴല്ലേ എല്ലാം വെന്തം അധികം ഉണ്ടാക്കിയിട്ടേ മതി. അങ്ങനെ നമ്മുടെ ഉള്ളിൽ അമ്മാമ്മ ഇവിടെ ഇരുന്ന് പറഞ്ഞു എടുക്കണം കേട്ടോ ഓരോ കാര്യങ്ങള്. അമ്മാമ്മ അല്ല എല്ലാ വർഷവും അമ്മച്ചിക്ക് അറിയാം, എന്നാലും അമ്മാമ്മനെ കൊണ്ടാണ് കൂടുതൽ അമ്മ ഉണ്ടാക്കിക്കണം. അമ്മച്ചി ഇങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്മാമ്മയാണ് കൂടുതൽ വന്നിരുന്ന് പറഞ്ഞു കൊടുക്കണം. അതൊരു സന്തോഷമല്ലേ അവർക്ക്. ഇത് ഞങ്ങൾക്ക് മുട്ടിപ്പ വന്നിട്ട് 14 വർഷമായി എന്റെ കൂടെ വന്നിട്ട് ഇതുവരെ അമ്മച്ചിക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇത് വെക്കാൻ ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അമ്മച്ചി തന്നെ പറയണമെന്ന് പറയണത്. അമ്മച്ചി ഒന്ന് റെഡിയാക്കിയാൽ മതി, അത് കുഴപ്പമില്ല. ഇല്ല കൊള്ളാം. അത് എന്റെ അങ്ങനെ തന്നെ അമ്മച്ചിനെ പോലെ സെയിം മുള്ളിയുടെ ആണോ നേരത്തെ ഉണ്ടാക്കി വെക്കണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ എല്ലാവരും പള്ളിയിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ ഇനി സമയം കിട്ടിയല്ലോ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാരും പള്ളിയിലൊക്കെ പോയിരിക്കണായിരിക്കും. നാളെയും കൂടുതൽ പള്ളിയിലായിരിക്കും എല്ലാവരും. അപ്പൊ ഞങ്ങള് ഇന്നേ എല്ലാം ഉണ്ടാക്കി വെക്കണേ അല്ലേ അമ്മ? മരമണി വീണാല് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മരമണി വീണാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നേരത്തെ എല്ലാം ചെയ്ത് വെക്കും. പിന്നെ നാളെ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നാളെ ഒന്നും ചെയ്യില്ല, ഇനി പണികളൊന്നും ചെയ്യില്ലല്ലേ അമ്മ? നാളെ സാമ്പാർ വെക്കണം. ശർക്കരയല്ല അമ്മ? ശർക്കര ഇപ്പൊ ഇട്ട് തേങ്ങാ വറുത്തരപ്പ് ഇട്ടിട്ടില്ല. അരപ്പിടാനുണ്ടല്ല മാങ്ങായൊന്നും വേണ്ട. അപ്പൊ ഇതൊരാങ്ങള. അടുത്തത് നമ്മുടെ തറവാട്ടിലെ ആങ്ങള് നാത്തൂരും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തറവാട്. ഞാൻ ജനിച്ച് വളർന്ന എന്റെ തറവാട് വീടാണ് ഉണ്ടായത്. സത്യടി. അപ്പൊ നമുക്ക് ഉള്ളിക്കറി ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിങ്ങനെ ടേസ്റ്റ് പാത്രത്തിലിട്ട് ചൂടാണ് അറിയില്ല. ഉപ്പ ചുളിയാക്കാൻ പറയാന്ന് ഉള്ളിക്കറി അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ചൂട് ഒരു പാത്രത്തിലെടുത്തുണ്ടേ അപ്പൊ തണുക്കാനുമില്ല. ഉപ്പൊക്കെ മതിയാ? പാറുളിയാക്കല്ല. സൂപ്പർ. ഇനി കുറച്ചുകൂടെ തണുക്കണമേ, ഭയങ്കര ചൂട്. നല്ല ടേസ്റ്റ് കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ നല്ല എന്നാലും ചൂടാട് കഴിച്ചിട്ടെല്ലാം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ശർക്കര ഇതൊക്കെ നല്ലോണം പിടിക്കണം. തണുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതെന്ത് സാധനമാണെങ്കിലോ? ഇതെന്താ ഇത് പറഞ്ഞത്? വീഡിയോയിൽ പറ. ഇതെന്താ പറഞ്ഞത്? ഇത് പറ. പിന്നെ മാതാവ് മാനത്തിലേക്ക് പോയില്ലേ, പാട്ടാ പാടാൻ. ഇതിനെന്തെന്നാ പറയണതിനാ? പിച്ചപ്പാട്ടെന്നാ പറയണ കേട്ടോ. ഇതിനാ നോയമ്പ് പാട്ടെന്നാണ് പറയണത്. അപ്പൊ അതെ മാങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഞങ്ങളിത് കഴിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മീൻ തന്നെ വേണം. ഞങ്ങളെല്ലാവരും കടലിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് മീനില്ലാതെ പറ്റിയല്ല. പിന്നെ ഇതേ ഉള്ളിക്കറിയും അതുപോലെയൊക്കെ തന്നെ രണ്ടും ഒരുപോലെ അല്ല കേട്ടോ വെക്കണ. വേറെ എന്തൊക്കെ കൂടെ അങ്ങോട്ടേക്കൊക്കെ ചേർക്കുന്നുണ്ട്. ഒരേപോലെ ഇരിക്കണമെന്നേ ഉള്ളു.
പാവം ഞാൻ വന്നപ്പോ തൊട്ട് കലക്കാൻ തുടങ്ങിയത് വെള്ളം കലക്കി 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 കുഴഞ്ഞിട്ട ആള്. ഞാൻ വന്നപ്പോ തൊട്ടുള്ള പണിയിലുണ്ടാ പാവം. നാത്തു വന്നിട്ട് വീഡിയോ എടുത്തിട്ട് നടക്കണേന്നാ പറയണത്. കൈപള്ളി സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പതേ അച്ചായ വന്നിട്ടുണ്ട്. പുറത്തേക്ക് പോയച്ചാ ഇതെവിടെ പോയത്? ഞാൻ എത്ര നേരമായി വന്നിട്ട്. ഈ പാട്ട് പാടി ഇപ്പൊ ഇതല്ലോ. അപ്പൊ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞാട്ടോ നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ്. അമ്മ ഇനി എന്താ ഉള്ള അമ്മ? ഇനി എന്തിനാ ചേക്കണ ചട്ടി? പപ്പടം വറുക്കാൻ വേണ്ടി. പപ്പടം കൂടെ ഉള്ള കേട്ടോ. ഞാൻ ചെയ്യണ അമ്മ പപ്പടം? അതെനിക്കറിയാം കേട്ടോ, പപ്പടം വറുക്കാൻ എനിക്കറിയാം. ലൈറ്റ് കുറവാ ഇവിടെ. ലൈറ്റ് കുറവാണല്ലോ. അതെ വേപ്പിലിട്ടേക്കണ കരിയാതിരിക്കാനാണ് കേട്ടോ പപ്പടം. അല്ലേ അമ്മ? കരിയാതിരിക്കാനല്ലേ പപ്പടം? അമ്മാമ്മ അങ്ങോട്ടന്നെ ഉപദേശിച്ചോണ്ടിരിക്കണേണ്. ഉപദേശം ആലോചിച്ചു ഡാങ്കുട്ടനെ കുരുത്തക്കേടിന് അമ്മാമ ഡാങ്കുട്ടന അറിയാൻ പാടില്ല. ഞാൻ പറയുന്ന വർത്തമാനം നാം ചൊല്ലുവാ ആടുവാ ആയിക്കുവാ. രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഇടിയാണ് രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ. എന്താ പറയാ അമ്മ? നമ്മുടെ മാങ്ങാക്കറി വറുത്തരച്ചത്. ഇനിയുണ്ടോ? ഇത് നമ്മുടെ ചാറ് കറി. മോര് ചാറല്ലേ? ആ പിന്നെ വെള്ളരിക്കായും മാങ്ങായും മുരിങ്ങക്കോലും ചാറ്. പിന്നെ ഉള്ളിക്കറി. പിന്നെ ചീരയും പരിപ്പും തോരൻ. ചീരപരിപ്പ് തോരൻ വെച്ചത്. ചെമ്മീൻ വളർത്തിയത്. ആ വാവ്. പപ്പടം. നിങ്ങൾ കഴിച്ചു തുടങ്ങിയാ? ആ നമുക്ക് കഴിക്കാം. അമ്മ അപ്പൊ ഞങ്ങൾ ചോറ് കഴിക്കുന്ന കേട്ടോ എല്ലാരും. ചേട്ട ഇല്ല, ചേട്ട ഓട്ടം പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളു. ഇതേ അമ്മാമ്മ അല്ല അങ്ങനെയല്ല, പുണ്യാളെ ജീസേട്ട ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളു കഴിക്കാൻ. എങ്ങനെയുണ്ട് കറിയൊക്കെ? ഇതൊക്കെ കേക്കോടോ, ഇതൊക്കെ കേക്കോല്ലേ? സത്യമായിട്ടും പറഞ്ഞ അതേ സോഫി രാവിലെ ആക്കിയിട്ട് പോയതാണ്. ഇപ്പൊ പോരാൻ വേണ്ടി തന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ കൊണ്ടുവരാൻ വേണ്ടി വന്ന് എന്ത് ഭാഗമാണെന്ന് നോക്കട്ടെ. ഷോർട്സിൽ കാണുന്ന പോലെ എല്ലാം കിട്ടുമ്പോഴൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഏതാണ് ടിൻഡൂസിന്റെ വീട് പരിചയപ്പെടുത്തുന്നല്ലോ നല്ലല്ലേ? എന്താ കയ്യിലെന്താ? കറി ലൈറ്റ് ഉണ്ടായി? കുഴപ്പമില്ല, ചെറിയ റേറ്റേ ഉള്ളു കേട്ടോ. ആവട്ടാ എല്ലാറ്റിനും ഉണ്ടാവും. മാമേ പോണ്ട അജൂടാ ഇതപ്പോ അതേ പതിവ് കിറ്റെടുത്തിട്ടുണ്ടോടാ. ഇവിടെ ഷോർട്സിൽ മാത്രമല്ലേ വെള്ള മെയിൻ പരിപാടി ഇവിടെ വന്നാണ്ടാ. ഒരു പാണ്ട കിറ്റ് കണ്ടായിരിക്കണം.
അമ്മച്ചി ഇവളിങ്ങനെ വന്നാൽ മുതലാവോ അമ്മച്ചി ഇങ്ങനെ പോവാ പോവാ അപ്പൊ ഞങ്ങൾ പോവുകയാണ് വീട്ടിൽ നിന്ന്. ബൈ. വെള്ളം മെയിൻ പരിപാടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒന്ന് കാണിക്കല്ലേ പോ അല്ലട്ടെ പോണട്ടാ. നമ്മുടെ പുണ്യാളൻ ഇനി ഈ ആളെയായിട്ട് വീട്ടിലോട്ട് പോകാൻ വേണം. അപ്പൊ ഇവിടെ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നോക്കട്ടെ, എന്തൊക്കെയാണെന്ന് അറിയാൻ പല ഞാൻ നോക്കിയില്ല. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ എല്ലാവരും വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പോട്ടെ.